ഞാൻ ഡിവോഴ്സായത് പറഞ്ഞുള്ള വീഡിയോ ഇട്ടത് തൊട്ടിട്ട് പിന്നെ കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഓവർകം ചെയ്തത്. നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഹാപ്പി ആയിട്ടിരിക്കാൻ എങ്ങനെയാണ് പറ്റുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കുറേ മെസ്സേജൊക്കെ വന്നിരുന്നു കേട്ടോ. ആ കൂട്ടത്തിൽ എനിക്ക് എൻ്റെ കൂടെ പണ്ട് പഠിച്ച ഒരാളും കൂടി മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ. ആളിപ്പോൾ അത്യാവശ്യം നല്ല ട്രോമയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിഞ്ഞ് കുട്ടിയായി കുറച്ച് വർഷങ്ങൾക്കിപ്പുറം വൈഫിന് ആളെ വേണ്ട, വേറെ ആരോ അത്യാവശ്യം റിച്ചായിട്ടുള്ള ഒരു ഗൈനെ കൊണ്ടപ്പോൾ അവരുടെ കൂടെ പോവാം എന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്ത് അടിച്ച് പിരിഞ്ച് ഭയങ്കര ആൾ പിന്നെ എൻ്റെ ഫ്രണ്ട് അത്യാവശ്യം സൂയിസൈഡ് അറ്റംപ്റ്റൊക്കെ കഴിഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ സ്റ്റോറി അവൻ പറഞ്ഞു കേട്ടോ. ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഞാൻ ഇനി എന്താ ചെയ്യുക, എനിക്ക് എന്താ ചെയ്യാമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പൊട്ടത്തരാണ് ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞിട്ടിട്ട് പോയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കരഞ്ഞിരുന്ന് മൂക്കൊലിപ്പിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറയട്ടെ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പേരുടെയും ലൈഫിൽ ഒരാൾക്ക് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പോവാനുള്ള മനസ്സ് അവർക്കും വിട്ടുകൊടുക്കാനുള്ള മനസ്സ് മറ്റേയാൾക്കും ഉറപ്പായിട്ടും വേണം. നമ്മൾ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒരിക്കലും ഇരിക്കാൻ പാടില്ല. അപ്പം ഞാൻ തന്നെ പറയും, നാളെ പിറ്റേന്ന് എനിക്ക് എന്നെ വിട്ട് പോകണം എന്നാണ് അവൻ്റെ ഇഷ്ടം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോവാൻ വിടാൻ ഞാൻ തയ്യാറായിരിക്കണം. അല്ലാതെ ഞാൻ സിംഗിൾ പാരൻ്റായി ഞാൻ നിന്നെ ഇത്രയും കാലം വളർത്തി നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് കമ്പൽ ചെയ്യാൻ എനിക്ക് യാതൊരു റൈറ്റ്സും ഉണ്ടാവില്ല. അത് അവൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നിന്ന് ഒരാൾ പോവുക എന്ന് പറയുമ്പോൾ ആളെ പറഞ്ഞയക്കാൻ ഓക്കെ, അത് നിൻ്റെ താല്പര്യം അങ്ങനെയാണെങ്കിൽ അത് പോട്ടെ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ നീ പൊക്കോ എന്ന് തീരുമാനിക്കാനുള്ള മനസ്സ് നമുക്കും കൂടി വേണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, മൂഞ്ചി തെറ്റിയിരിക്കത്തേ ഉള്ളൂ, ഒന്നും ഉണ്ടാകാൻ പോണില്ല. അവർ തിരിച്ച് വരാനും പോകുന്നില്ല, ഇനി തിരിച്ച് വന്നാലും പഴയ പോലെ തന്നെ ആവാനും പോകുന്നില്ല. ഫുള്ളി കോംപ്ലിക്കേറ്റഡ് തന്നെ ആയിരിക്കും. അതിനെക്കാട്ടിലും നല്ലത് പോണവരൊക്കെ പോട്ടെ, ടാറ്റ ബൈ ബൈ സി യു വേണ്ട, പോണവരൊക്കെ പോട്ടെ, സി യു വേണ്ട, ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വിടണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റേത് ഇതിൻ്റെ ഡിപ്രഷൻ അടിച്ച് ആത്മഹത്യയൊക്കെ ചെയ്യാൻ പോയിട്ട് ആർക്ക് പോയി, അവനവന് പോവും. അങ്ങനെ നമ്മൾ നമ്മുടെ കാര്യത്തിൽ മാറ്റി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കതൊന്നും ഒരു പ്രശ്നമില്ലാതാവും. അതാണ് ഞാൻ ചെയ്തത് കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി.